നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം നാട്ടുവാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുനലൂർ യു.ഡി.എഫിൽ വലിയ പൊട്ടിത്തെറി എന്ന ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. പുനലൂർ മണ്ഡലം ലീഗിന് കൊടുത്താൽ കോൺഗ്രസിൽ കൂട്ടരാജി എന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച കത്ത് ഈ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണം, കോൺഗ്രസിന് സ്വാധീനമുള്ള പുനലൂർ മണ്ഡലം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് AICC സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് കോൺഗ്രസ് നേതൃത്വം കത്ത് നൽകിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കൂട്ടരാജിക്കൊപ്പം കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനും പാർട്ടിയിൽ അനൗദ്യോഗിക തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുതിർന്ന നേതാക്കൾ തന്നെ ഇത് സംബന്ധിച്ച സൂചന നൽകി. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കാം, എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രചരിച്ചത്. ഇത് ഏറ്റവും ഗൗരവതരമായി നോക്കിക്കാണേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ച പുനലൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ PS സുബാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇനിയും മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തരത്തിൽ വലിയൊരു പരാജയം ഏറ്റുവാങ്ങാൻ തങ്ങളില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അനൗദ്യോഗികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സ്വാധീനമുള്ള പുനലൂർ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണം. അതിന്റെ ഈ UDF-ൽ തന്നെ വലിയൊരു ഭിന്നത ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അഞ്ചൽ ഡിവിഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PB വേണുഗോപാലിനെ തീരുമാനിക്കുകയും PB വേണുഗോപാൽ പോസ്റ്റർ അടക്കം അച്ചടിച്ച് പതിച്ചുകൊണ്ട് വോട്ട് തേടി അദ്ദേഹം രംഗത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് പൊടുന്നനെ ഈ മണ്ഡലം മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ കോൺഗ്രസിനുള്ളിലും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും അമർഷവും ഉണ്ടായിരുന്നെങ്കിലും നേതൃത്വം ഇടപെട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ വീണ്ടും ഈ പുനലൂർ മണ്ഡലം ഏറ്റെടുക്കണമെന്ന് തുടക്കത്തിലേ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുകയും എന്നാൽ അത് ഏറ്റെടുക്കാതെ ലീഗ് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് ചില ലീഗ് നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടവർക്ക് പുനലൂർ മണ്ഡലത്തിൽ വലിയ താല്പര്യമില്ല, ചടയമംഗലം മണ്ഡലത്തിലാണെങ്കിൽ അവർ മത്സരിക്കും എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചടയമംഗലം മണ്ഡലത്തിൽ സുൽഫിക്കർ സലാം എന്ന ലീഗിന്റെ യുവ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസത്തോടെ അത് മാറി MM നസീറിന്റെ, കോൺഗ്രസിലെ MM നസീർ ഇവിടെ മത്സരിക്കുമെന്ന തരത്തിൽ MM നസീറിന്റെ പേരും ഫോട്ടോയും പ്രചരിച്ചു തുടങ്ങി. വോട്ട് MM നസീർ കൊടുക്കണമെന്ന്, കൈപ്പത്തി ചിഹ്നത്തിലോട്ട് രേഖപ്പെടുത്തണമെന്ന് MM നസീറിന്റെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ പ്രചരിച്ചു തുടങ്ങി. അതേസമയം പുനലൂരിൽ ആ മണ്ഡലം ആർക്ക് എന്ന് ഉള്ള ഒരു ധാരണയും എത്തിയിട്ടില്ല. കോൺഗ്രസിലെ ചില ഉയർന്ന നേതാക്കളുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. AC സഞ്ജയിക്കാനൊപ്പം തന്നെ സൈമൺ അലക്സ് അടക്കമുള്ളവരുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. കാര്യങ്ങൾ ഇത്രയായിട്ടും ഏതാണ്ട് 20 ദിവസം മാത്രമേ ഇനി പ്രചരണത്തിന് അവശേഷിക്കുന്നുള്ളൂ. കാര്യം ഇനിയും താമസിച്ചാൽ ഒരു പക്ഷേ മണ്ഡലത്തിൽ ദയനീയ പരാജയം വീണ്ടും ഏറ്റുവാങ്ങേണ്ടി വരും. അതിന് തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. അടിയന്തരമായി കോൺഗ്രസ് പുനലൂർ മണ്ഡലം ഏറ്റെടുക്കുകയും പുനലൂർ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെക്കും. അതിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഭീഷണി മുഴക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ അല്പസമയത്തിനകം ഒരു പരസ്യ പ്രതികരണത്തിന് പോലും നേതൃത്വം തയ്യാറായേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്തില്ലെങ്കിൽ അവിടെ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം ഒരു പക്ഷേ ലഭിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ പുനലൂരിനെ സംബന്ധിച്ച് അതിനിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.